തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തിന് തുടക്കമായി. പഴമയുടെ പാരമ്പര്യവും തനിമയും നിലനിർത്തി വാണിഭം ആളുകളുടെ മനസ്സിൽ കൗതുകം ഉണർത്തുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ഇന്ന് അനേകായിരം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന, ദർശനത്തിനെത്തുന്ന, വഴിപാട് നടത്താനെത്തുന്ന ക്ഷേത്രമാണ് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. കാർഷിക വിളകളുടെ പ്രദർശനവും വിൽപ്പനയും, ഒരു വർഷം കൊണ്ട് കായ്ഫലം നൽകുന്ന പ്ലാവിൻ തൈകൾ, മനസ്സിൽ കുളിർമ നൽകുന്ന വിവിധയിനം പൂച്ചെടികൾ, പരമ്പരാഗതമായ കാർഷിക ഉപകരണങ്ങൾ എന്നിവയാണ് വാണിഭത്തിന് മിഴിവേകുന്നത്. വൃശ്ചിക ഈ വാണിഭ ആരംഭം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ ക്ഷേത്രത്തിൽ ദർശനത്തിനും ശബരിമല പോകുന്ന അയ്യപ്പ ഭക്തർ മാലയിടാനും വരികയും പിന്നെ ഹരിജനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലായിരുന്നതുകൊണ്ട് ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള ആൽത്തറ മൈതാനിയിൽ ദേവിക്ക് കാഴ്ച വെക്കാൻ ഓരോ സാധനങ്ങൾ ഓരോ വിഭാഗം ആളുകൾ കൊണ്ടുവന്നു. അവരവിടെ കാഴ്ചവെച്ചു. അന്ന് ചെറിയ ഓരോ അന്നത്തേതായ സാധനങ്ങൾ ഓരോ വ്യാപാരികൾ കൊണ്ടുവരികയും ചെറിയ രൂപത്തിൽ വൃശ്ചിക വാണിഭം ആരംഭിക്കുകയും അത് പിൽക്കാലങ്ങളിൽ ഓരോ വർഷം ചെല്ലുന്തോറും വിപുലമായിട്ട് ഓരോ കച്ചവടക്കാർ വർദ്ധിക്കുകയും ഓരോ മറ്റ് സാധന സാമഗ്രികൾ കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇന്നത്തെ ഈ രീതിയിൽ വാണിഭം വിപുലമായി. ആധുനിക കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെടാതെ ഇന്നും വൃശ്ചിക വാണിഭം തനിമ നിലനിർത്തിപ്പോരുന്നു. ഉണക്കസ്രാവാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചയും വിൽപ്പനയും. അതോടൊപ്പം മറ്റ് ഉണക്കമീനുകൾക്കും ഇപ്പോൾ പ്രിയമേറി വരുന്നു. സ്രാവ് വാങ്ങിക്കാനാണ് ഇവിടെ ജനങ്ങളെല്ലാം തെള്ളിയൂർക്കാവിൽ എത്തിച്ചേരുന്നത്. സ്രാവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പാൽ സ്രാവിനാണ് ഇവിടെ പ്രാധാന്യം. പാൽ സ്രാവ് വാങ്ങിക്കാനാണ് തെള്ളിയൂർക്കാവിൽ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ എല്ലാ വർഷവും ഈ സ്രാവ് വാങ്ങിക്കാനത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇവിടെ ആ സമയത്ത് ലീവ് എടുത്ത് നാട്ടിൽ വരുന്നുണ്ട്. തെള്ളിയൂർ വൃശ്ചിക സമയത്ത് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ട ആളുകൾ തങ്ങളുടെ ദൈവങ്ങൾക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു അംശം കാഴ്ചയായി അർപ്പിച്ചതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഓർമ്മയാണ് ഇന്നും ഈ വാണിഭം നടന്നു വരുന്നത്. മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിന് പുറത്തു നടത്തിയിരുന്ന ഈ വാണിഭം ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നടന്നു വരുന്നു. സിറ്റി ന്യൂസ്, റാന്നി.